കളവ് പറയുന്നതിന് ഒരു അതിർത്തി വേണം. ജനങ്ങളെല്ലാം കഴുതകളല്ല, ചിലര് കഴുതകളായിട്ടുണ്ടാകും. അത് ഇവന്റെ കൂടെ ഉണ്ടാവും ചെയ്യും. ആരുടെ കൂടെ? കാന്തപുരത്തിന്റെ കൂടെ. കേട്ടോളി. ഒരു അതിർത്തി വേണം. ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്. ചിലര് കഴിക്കാവും, അത് എന്റെ കൂടെ ഉണ്ടാവും. കണ്ടോ? ചിലര് കഴുതകൾ ഉണ്ടാവും, അതൊക്കെ ഇവരെ കൂട്ടത്തിലും ഉണ്ടാവും, ഇയാളെ കൂടെ ഉണ്ടാവുമല്ലോ. ഇനി അടുത്തത്, ഇവനും ഒരു തങ്ങീന്നാ പറയുന്നത്. ഇവനും ഒരു തങ്ങയും. ഏതായി തങ്ങ, ഏതായി ഇവൻ? നിങ്ങൾക്കറിയാലോ, ഞാൻ പറയണ്ടല്ലോ എന്ന് പറയുന്ന ഭാഗമാണ്. ഇവനും ഒരു തങ്ങയും ഒന്നുണ്ടാവും. ഏതാ തങ്ങ എന്നറിയാലോ, ഏതാണ് ഇവൻ? ഔറൻ ഏതാ ഇവൻ, ഏതാ തങ്ങ? ഉള്ളാളത്തങ്ങളെ പറ്റിയാ പറയുന്നത്. ഉള്ളാളത്തങ്ങ. അതേമാതിരി കാന്തപുരത്തെ സംബന്ധിച്ചും വേറെ ആൾക്കാരെ സംബന്ധിച്ചും. ഇനിയും കേട്ടോ, അടുത്ത എന്താ പറയുന്നതറിയോ? എറണാകുളത്ത് സുന്നി സമ്മേളനം നടന്നു. അത്രയോ? ഏത് സമ്മേളനം? സുന്നി. ഏത് സുന്നി? ഇതിന് മുമ്പ് പറയണേ, തിരിച്ചിട്ട് പറയണേ, ആ സുന്നികള്, നിങ്ങളാരെങ്കിലും ആ സമ്മേളനത്തിൽ പോയിട്ട് അവർ തുണിയൊന്ന് പൊക്കി നോക്കിയിരുന്നെങ്കിൽ സുന്നത്ത് കഴിക്കാത്ത സുന്നികളാണ്. ഞങ്ങൾ പറയണല്ല, സുന്നത്ത് കഴിക്കാത്ത, മുറിച്ചിട്ടില്ലാത്ത സുന്നികളെ സമ്മേളനം നടന്നത് എന്ന് നിങ്ങളുടെ സമ്മേളനത്തെ പറ്റി ആരാ പറഞ്ഞത്? കെ അബൂബക്കർ മുസ്ലിയാർ. കേട്ടോളൂ. എറണാകുളത്തിൽ സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എല്ലാ സുന്നി, ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ സുന്നിയൊന്ന് കൊണ്ടിട്ട് നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാതെ കാണാം. സുന്നത്ത് കഴിക്കാത്ത സുന്നിയാണ് പറയുന്നത്. സുന്നത്ത് കഴിക്കാത്ത സുന്നി. പിന്നെ ആവർത്തിക്കാണ്, തിരിഞ്ഞില്ലെങ്കിലും ഒന്നും കൂടി ബയാൻ ചെയ്യാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി. നമ്മളൊരു തഫ്സീറും നൽകുന്നില്ല. അടുത്ത വാചകം എന്താ പറയുന്നത് അറിയോ? സുലൈമാൻ സേട്ടുവിനെ തോൽപ്പിക്കണമെന്ന് കാന്തപുരം ആഹ്വാനം ചെയ്തു. എന്നിട്ടോ എനിക്ക് MP ആവണം. അതിന് മൂപ്പർ എന്ത് ചെയ്തു? ഒരു കൈയിൽ സ്വർഗം, മറ്റേ കൈയിൽ നരകവും, തലയിൽ ഔലുൽ കൗസറും. എന്നിട്ട് മൂപ്പരിങ്ങനെ നടന്നു എന്നാണ് മണ്ഡലത്തിൽ കൂടിയൊക്കെ. എന്നിട്ട് പറഞ്ഞു ആളുകളോട്, സുലൈമാൻ സേട്ടുവിനെ തോൽപ്പിക്കണം, ലീഗിനെ തറ പറ്റിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് കൂട്ട് നിന്നാൽ നിങ്ങൾക്ക് അടുത്ത കൈയിലെ സ്വർഗം, തറ പറ്റിക്കാൻ നിങ്ങൾ കൂട്ട് നിൽക്കുന്നില്ലേ, നിങ്ങൾക്ക് അടുത്ത കൈയിലെ നരകം. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളാരും വോട്ട് ചെയ്യരുത് ലീഗിന്, എന്നാലോ വോട്ട് ചെയ്താലോ ഔലുൽ കൗസറിന്റെ തലയിലാണ് ഞാൻ നിങ്ങൾക്കത് തരൂല എന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന രംഗം. എന്നിട്ട് പോയി എന്തൊരു സാധന അത് എന്ന് മൂപ്പര് പറയാം. പാർലമെന്റ് ഇലക്ഷൻ. അപ്പം മൂപ്പർക്ക് എന്താണ് വെച്ചാൽ ഇവര് ഇബ്രാഹിം സുലൈമാന്റെ കൂടെ തോൽപ്പിക്കണം എന്നിട്ട് തീർന്ന ഇലക്ഷനിൽ എനിക്ക് MP ആവാം. അതെന്നെ ചെയ്തു വെച്ചാൽ പാർലമെന്റിന് ഇലക്ഷൻ മലപ്പുറം ജില്ലയിൽ ആ പൊന്നാരിയും എല്ലാം തന്നെ എന്ത് ചെയ്തു? അത് പോലീസൊന്നും കൂടാ, അല്ലെങ്കിൽ പിന്നെ സാധിക്കൂല. ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും തലയിൽ ഔലുൽ കൗസറും. എന്നിട്ട് നാളെ മുഴുവൻ ജോലി ചുറ്റിച്ചെന്ന് പറഞ്ഞു ലീഗിനെ തറപറ്റിക്കണം, മുസ്ലിം ലീഗിൽ അതിനും തറപറ്റിക്കണം. മുസ്ലിം ലീഗിനെ തറപറ്റിക്കുന്നവർക്ക് സ്വർഗം, അതിൽ വോട്ട് ചെയ്യുന്നവർക്ക് നരകം. പൊരുത്തങ്ങളെ നിങ്ങൾ ആഹാരം തന്നെ ലീഗിൽ വോട്ട് ചെയ്ത് പോയാൽ ഔലുൽ കൗസറിന്റെ നിലയിലാണ് ഞാൻ എന്താണ് മട്ടം, ഈശ്വരന്റെ മട്ടം, ഈശ്വരന്റെ മട്ടം. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിൽ പണ്ട് അനുഭവങ്ങളാണ് ജനം പറയുന്നത്. ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കട്ടുപ്പാറ പോയിട്ട് വെച്ചു. അതിന് കാന്തപുരത്തിനോട് തുല്യനായ ഒരു പണ്ഡിതനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അല്ലേ? നിങ്ങളാ ഈക്കന്റെ മദഹ് പറയുന്നത്? നിങ്ങൾ പറയണം ഈക്കെ പറഞ്ഞത് എന്താണ്. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഈക്കെ നബ്ബറല്ലാഹു മർത്തദഹു ഏറ്റിക്കൊടുക്കട്ടെ, കീഴനാ മറ്റത് മറിച്ചതെന്നൊക്കെ പറയാം. നിങ്ങൾ ആ മുഖമൂടി ഇവിടെ വലിച്ചു കീറുന്നു. അറിയും നിങ്ങളെടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ ഈക്കെ പുറത്താക്കിയിട്ടുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ? പറയും നിങ്ങൾ. നിങ്ങൾ എന്തിനാ അവിടെ വന്ന് കൂട്ടുപിടിക്കാൻ വേണ്ടി ഈക്കെ നിങ്ങൾ